Urcreation Rekhaskitchen പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നൊരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ഈസിയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു പായസമാണ്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ടും പറ്റും. ഇതൊരു സേമിയ പായസത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. കണ്ട ശേഷം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. ഈ പായസം തയ്യാറാക്കാനായിട്ട് ആദ്യമായിട്ട് ഞാൻ ചെയ്യാൻ പോണത് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്തെടുക്കുകയാണ്. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. പായസം എപ്പോഴും നെയ്യിൽ ചെയ്യുന്നതാണ് നല്ലത്. നിങ്ങൾ ഡാൽഡയോ അതൊന്നും ഉപയോഗിക്കാതിരിക്കുകയാണ് ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നെയ്യ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ആദ്യം ചേർക്കാം. അണ്ടിപ്പരിപ്പ് ഒന്ന് മൂത്ത് കിട്ടിയാൽ അതിലേക്ക് മുന്തിരിയും കൂടി ചേർത്ത് നന്നായിട്ട് ബലൂൺ പോലെയായാൽ നമുക്ക് വറുത്ത് കോരി ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. ആ പാനിലേക്ക് തന്നെ നമ്മൾ 1 ടേബിൾ സ്പൂണും കൂടി നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. ഇത് സേമിയ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. സേമിയ ഞാനിവിടെ വറുക്കാത്ത സേമിയ മെഷീൻ കപ്പ് കൊണ്ട് 1 കപ്പാണ് എടുത്തേക്കണത്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഈ സേമിയ നന്നായിട്ടൊന്ന് റോസ്റ്റാക്കി എടുക്കാം. ഒരുപാട് ബ്രൗൺ കളർ ആവാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ചെറുതായിട്ടൊന്ന് റോസ്റ്റായിട്ട് വന്ന അപ്പം തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. സേമിയ ഒരുപാട് ബ്രൗൺ കളർ ആവാതെ റോസ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഒരു പാത്രത്തിൽ ഞാനിവിടെ 1.5 ലിറ്റർ പാലാണ് എടുത്തേക്കണത്. അപ്പോൾ ഇതിൻ്റെ അളവ് ശ്രദ്ധിച്ചോളൂ. മെഷറിംഗ് കപ്പ് കൊണ്ട് 1 കപ്പ് സേമിയയ്ക്ക് 1.5 ലിറ്റർ തൊട്ട് 2 ലിറ്റർ വരെ പാല് നമുക്കാവാം. കൂടെ തന്നെ 1 മെഷറിംഗ് കപ്പ് വെള്ളവും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പാല് തിളച്ച് പൊന്തി വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഈ സേമിയ ഈ പാലിൽ കിടന്നിട്ട് ഒന്ന് വേവണം. അതിന് ശേഷമാണ് നമ്മൾ പഞ്ചസാര ചേർക്കുന്നത്. പാലും സേമിയയും കൂടി തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 മെഷറിംഗ് കപ്പ് പഞ്ചസാരയാണ് ചേർത്തത്. ഇത് ഈ പായസത്തിന് കറക്റ്റ് അളവാണ്. നിങ്ങൾക്ക് കൂടുതൽ പഞ്ചസാര വേണ്ട ആൾക്കാരാണെങ്കിൽ കുറച്ചും കൂടി ചേർക്കാം കേട്ടോ. ഇത് എൻ്റെ മധുരത്തിന് കറക്റ്റാണ്. ഈ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് പായസം ചെറുതായിട്ടൊന്ന് കുറുകുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ പായസം ഓവറായിട്ട് കുറുകി പോവരുത്. പിന്നെ കുറച്ച് നേരം തണുക്കുമ്പോഴേക്കും അത് ഒന്നും കൂടി കട്ടിയായി പോകും. അതുകൊണ്ട് നന്നായിട്ട് ലൂസായിട്ടുള്ള സമയത്ത് തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്താൽ മതി. പായസം കറക്റ്റ് പാകത്തിനായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഫ്ലെയിം ഓഫ് ആക്കിയ ശേഷം അണ്ടിപ്പരിപ്പും മുന്തിരിയും വറുത്ത് വെച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് കുറച്ച് നേരം ഇരുന്നാൽ ഒന്നും കൂടിയും കട്ടിയാവും. പിന്നെ കൂടുതലായിട്ട് കട്ടിയായി പോവുകയാണെങ്കിൽ പാലും പഞ്ചസാരയും കൂടി ചേർത്ത് തിളപ്പിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് ഒന്ന് ലൂസാക്കി എടുത്താൽ മതി. സൂപ്പർ ടേസ്റ്റിലുള്ള സേമിയ പായസം ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങൾ ആരും ഇത് ട്രൈ ചെയ്യാനായിട്ട് മറക്കരുത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇതിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഏലക്കായുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ പൊടിച്ച ഏലക്കായും കൂടി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ചേർത്തിട്ടില്ല, അണ്ടിപ്പരിപ്പ് മുന്തിരി മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും ഒരു അടിപൊളി വീഡിയോവുമായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.